കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഡിയുടെ നോട്ടീസ്. നേരിട്ടോ അല്ലാതെയോ നോട്ടീസിന് മറുപടി നൽകണമെന്നാണ് നോട്ടീസ്. മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ഇഡി നോട്ടീസ് നൽകി. ഇഡിയുടേത് ബിജെപിക്കുള്ള പാദസേവയെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. ലാവലിൻ കമ്പനിക്ക് നൽകിയ പ്രത്യുപകാരമാണ് മസാല ബോണ്ടെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. 2019 ജനുവരിയിൽ കിഫ്ബി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള യോഗത്തിലായിരുന്നു ബോണ്ട് ഇറക്കാനുള്ള തീരുമാനം. 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത്. ഈ പണം അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചതിൽ ചട്ടലംഘനമുണ്ടായി എന്നാണ് നോട്ടീസിലുള്ളത്. വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. നോട്ടീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഹാജരാകേണ്ടതില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് 3 മാസം മുൻപ് അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റിക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ്. ഇഡി നടപടിക്കെതിരെ ടി എം തോമസ് ഐസക് രംഗത്തെത്തി. ഇഡിയുടെ രാഷ്ട്രീയ ജനമാനന്മാർക്ക്, കേന്ദ്രത്തിലെ BJP അധികാരികൾക്ക് അവരുടെ ശീലം ഇങ്ങനെയായിരിക്കാം. ഇത്രയൊക്കെ പണമിടപാട് നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്, ഇങ്ങനെ അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും കാലുമ തടയുന്നതായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു അർത്ഥമില്ലാത്ത ഈ നോട്ടീസുകൾ, ഒരാവശ്യമില്ലാത്ത വിവരങ്ങൾ ചോദിച്ച് അയച്ചുകൊണ്ടിരിക്കുന്നത്. മസാല ബോണ്ട് ഇടപാടും SNC ലാവലിൻ കേസുമായി ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലിസ്റ്റ് ചെയ്ത് അവിടെ മണി അടിക്കുന്നതിന് മുമ്പ് ഈ കച്ചവടം കേരളത്തിലും കാനഡയിലും നടന്നിരുന്നു. SNC ലാവലിൻ കേസുമായി ബന്ധമാണ് ഈ ഇടപാടുകൾ. C&AG റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് 2021 മസാല ബോണ്ട് ഇടപാടിൽ ഇഡി അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് 7 തവണ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് ഇഡി നോട്ടീസ് നൽകി. ഇതിനെതിരെ തോമസ് ഐസക് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.